എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ക്രീമോ ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും തന്നെ ഇല്ലാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു പുഡിംഗ് ആണ്. പാലും വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയിട്ടത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം നമ്മൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ റിസ്ക് വെച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു പാക്കറ്റ് റിസ്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 18-20ഓളം റിസ്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. അതിന് കറക്റ്റ് അളവില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് റിസ്കിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 5 മുതൽ ഒരു 6 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി പഞ്ചസാരയൊക്കെ ഇതുപോലൊന്ന് അലിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറിനും ഒരു മഞ്ഞ കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കുങ്കുമപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സഫ്രോൺ ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷണലാണ്. നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതുപോലെ നമ്മളൊന്ന് കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു വെള്ളം പോലെ ഇരിക്കാതെ ചെറിയൊരു തിക്നെസ് അത്രയും മാത്രം മതി. ഒറ്റനൂൽ പരിവോ ഹാഫ് സ്ട്രിങ് പരിവോ ഒന്നും ആകാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ, അതായത് 1/2 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കും ഓപ്ഷണലാണ്. നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും പുഡിങ്ങിന്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യമേ കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പാലിൻ്റെ ഈ ഒരു മിക്സിൽ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് പോകരുത്. ഒരു നോർമൽ രീതിക്കുള്ള മധുരം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കസ്റ്റാർഡ് പൗഡറാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ മതി. 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിക്ക് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം. ഒരുപാട് ഓവറായിട്ടങ്ങ് കുറുകി പോകരുത്. കറക്റ്റ് ആ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മിക്സിലേക്ക് ഞാൻ കുറച്ച് സഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതല്ലെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറോ ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. കൂടി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടണം. ഇതിൽ ഓവറായിട്ട് അങ്ങ് കുറുകി പോകരുത്. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന റിസ്ക് എല്ലാം ഇതുപോലെ നിരത്തി ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ ഞാൻ റിസ്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു റിസ്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷുഗർ സിറപ്പ് റിസ്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം. റിസ്ക് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്കൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചുറ്റിച്ച് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഇല്ലേ, ഇതുപോലെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഇതുപോലെ ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കുള്ള ഒരു പരുവം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു കസ്റ്റാർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമും പിസ്ത ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണോ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ഒരു ലെയറും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു രണ്ടാമത്തെ ലെയറിനായിട്ട് ഈ ഒരു റസ്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ട് ഇതുപോലെ നിരത്തി ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു റസ്കിൻ്റെ മുകളിലായിട്ട് റസ്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു ഷുഗർ സിറപ്പ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഷുഗർ സിറപ്പ് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് എനിക്ക് കുറച്ചൊന്ന് മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ ഒരു റസ്ക് ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് മുഴുവനും ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഫുള്ള് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. ഒരു 3-4 മണിക്കൂറോളം തന്നെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാവുള്ളൂ. ഓവർനൈറ്റ് വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂറിനൊക്കെ ശേഷം നല്ലപോലെ തന്നെ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു കസ്റ്റാർഡ് റസ്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ആ ഒരു റസ്ക് ആണെങ്കിലും കണ്ടില്ലേ, നല്ല പോലെ തന്നെ കുതിർന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചൈനാഗ്രാസും ജലാറ്റിനും ക്രീമും ഒക്കെ വെച്ച് ചെയ്യുന്ന പുഡിങ്ങിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഈ റസ്ക് ഒക്കെ വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.